കുട്ടികളെ, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമുക്ക് 9ാം ക്ലാസ്സിലെ ഹിന്ദി പാഠപുസ്തകത്തിലെ ആദ്യത്തെ അധ്യായമായ രമേശ് ഉപാധ്യായ രചിച്ച ഝട്പട്ട് ഔർ നട്ഖട്ട് എന്ന കഥ മലയാളത്തിൽ ഓരോ വരികളും അർത്ഥങ്ങളോടുകൂടി ഒന്ന് ചർച്ച ചെയ്താലോ? പാഠത്തിന്റെ തലക്കെട്ട് ഝട്പട്ട് ഔർ നട്ഖട്ട് എന്നതിൽ ഝട്പട്ട്, നട്ഖട്ട് എന്നത് രണ്ട് കുട്ടികളുടെ പേരാണ്. പക്ഷേ ഈ രണ്ടു പേരിന്റെയും യഥാർത്ഥ മീനിംഗ് ഝട്പട്ട് എന്നത് വേഗക്കാരനും നട്ഖട്ട് എന്നത് കുസൃതിക്കാരനും എന്നാണർത്ഥം. ഈ കഥയിലുടനീളം ഇത് രണ്ടും ഇവരുടെ പേരായിട്ടാണ് ഉപയോഗിക്കുന്നത്. എന്നാൽ ശരി, നമുക്ക് കഥ വായിക്കാം. ഏക് ഥാ ഝട്പട്ട്, ഏക് ഥാ നട്ഖട്ട്. ഒരു ഝട്പട്ട് ഉണ്ടായിരുന്നു, ഒരു നട്ഖട്ടും ഉണ്ടായിരുന്നു. ഝട്പട്ട് ബഡാ ഥാ, നട്ഖട്ട് ഛോട്ടാ. ഝട്പട്ട് മുതിർന്നവനായിരുന്നു, നട്ഖട്ട് ഇളയവനായിരുന്നു. ബഡാ കേവൽ 2 സാൽ ബഡാ ഥാ, ഛോട്ടാ കേവൽ 2 സാൽ ഛോട്ടാ. മൂത്തയാൾക്ക് 2 വയസ്സ് മാത്രമാണ് കൂടുതലുണ്ടായിരുന്നത്, ഇളയയാൾക്ക് 2 വയസ്സ് കുറവും. ദോനോം സ്കൂൾ മേം പഠിത്തേ ഥേ. രണ്ടുപേരും സ്കൂളിൽ പഠിക്കുകയായിരുന്നു. ഝട്പട്ട് 5വീं മേം, നട്ഖട്ട് 3री മേം. ഝട്പട്ട് 5ാം ക്ലാസ്സിലും നട്ഖട്ട് 3ാം ക്ലാസ്സിലും. घर से दोनों भाई साथ साथ स्कूल जाते और साथ साथ ही वापस घर आते. വീട്ടിൽ നിന്ന് 2 സഹോദരന്മാരും ഒരുമിച്ചാണ് സ്കൂളിൽ പോയിരുന്നതും തിരികെ വന്നിരുന്നതും. വേ ഗാँव में रहते थे. സ്കൂൽ ഉൻകെ गाँव में नहीं, दूर दूसरे गाँव में था. അവരൊരു ഗ്രാമത്തിലാണ് താമസിച്ചിരുന്നത്. സ്കൂൾ അവരുടെ ഗ്രാമത്തിലല്ല, ദൂരെയുള്ള മറ്റൊരു ഗ്രാമത്തിലായിരുന്നു. വഹാ തക് പൈദൽ ജാനാ പഡ്താ ഥാ और पैदल ही वापस आना पड़ता था. അവിടേക്ക് നടന്നുതന്നെ പോകണമായിരുന്നു, തിരികെ നടന്നുതന്നെ വരണമായിരുന്നു. जाते समय रास्ते में उन्हें कई चीजें मिलती थीं. पोखर, बरगद, खेत, बाग, നാല और നദി. പോകുന്ന വഴിയിൽ അവർക്ക് ഒരുപാട് കാഴ്ചകൾ കാണാമായിരുന്നു. കുളം, പേരാൽമരം, കൃഷിപ്പാടം, തോട്ടം, തോട്, പുഴ എന്നിവ. वापस आने पर भी रास्ते में उन्हें कई चीजें मिलती थीं. തിരികെ വരുമ്പോഴും വഴിയിൽ അവർക്ക് ഒരുപാട് കാഴ്ചകൾ ലഭിക്കുമായിരുന്നു. നദി, നാല, ബാഗ്, ഖേത്, ബർഗദ് और പോഖർ. പുഴ, തോട്, തോട്ടം, കൃഷിപ്പാടം, പേരാൽമരം, കുളം എന്നിവ. झटपट तेज तेज चलता था, नटखट धीरे धीरे. ഝട്പട്ട് വളരെ വേഗത്തിൽ നടക്കുമായിരുന്നു, എന്നാൽ നട്ഖട്ട് വളരെ സാവധാനമേ നടക്കുമായിരുന്നുള്ളൂ. झटपट बरगद तक पहुंच जाता, तब तक नटखट पोखर तक ही पहुंचा होता. झटपട്ട് പേരാൽമരം വരെ എത്തുമ്പോഴേക്കും നട്ഖട്ട് കുളം വരെ മാത്രമേ എത്തിയിട്ടുണ്ടാവുകയുള്ളൂ. झटपट बाग तक पहुंच जाता, तब तक नटखट खेत तक ही पहुंचा होता. झटपട്ട് തോട്ടം വരെ എത്തുമ്പോഴേക്കും നട്ഖട്ട് കൃഷിപ്പാടം വരെ മാത്രമേ എത്തിയിട്ടുണ്ടാവുകയുള്ളൂ. झटपट नदी तक पहुंच जाता, तब तक नटखट नाले तक ही पहुंचा होता. झटपट പുഴ വരെ എത്തുമ്പോഴേക്കും നട്ഖട്ട് തോട് വരെ മാത്രമേ എത്തിയിട്ടുണ്ടാവുകയുള്ളൂ. मां की हिदायत थी कि झटपट को छोटे भाई का ध्यान रखना है, नटखट को अपने साथ ही रखना है. അമ്മയുടെ കർശന നിർദ്ദേശമുണ്ടായിരുന്നു, ഇളയ സഹോദരനെ झटपट ശ്രദ്ധിക്കണമെന്നും അവനെ എപ്പോഴും കൂടെ നിർത്തണമെന്നും. इसलिए झटपट को आगे निकल जाने पर पीछे मुड़कर देखना पड़ता. അതുകൊണ്ട് झटपट മുന്നോട്ടു പോയി കഴിഞ്ഞാൽ പുറകിലേക്ക് തിരിഞ്ഞു നോക്കേണ്ടി വരുമായിരുന്നു. उन्हें नटखट को पुकारकर जल्दी चलने के लिए कहना पड़ता. നട്ഖടിനെ വിളിച്ചിട്ട് വേഗത്തിൽ നടക്കാൻ അവനു പറയേണ്ടി വരുമായിരുന്നു. ബാർ ബാർ റുക്കർ നട്ഖട്ട് കാ ഇന്തസാർ കർനാ പഡ്താ. ഇടയ്ക്കിടെ നിന്ന് നട്ഖടിനായി കാത്തുനിൽക്കേണ്ടി വരുമായിരുന്നു. कभी स्कूल जाने के लिए देरी होती देख नटखट का हाथ पकड़कर अपने साथ दौड़ाना भी पड़ता. ചിലപ്പോൾ സ്കൂളിൽ പോകാൻ വൈകുന്നത് കാണുമ്പോൾ നട്ഖടിന്റെ കൈ പിടിച്ച് കൂടെ ഓടിക്കേണ്ടതായും വരുമായിരുന്നു. झटपट परेशान हो जाता और घर लौटकर माँ से शिकायत करता. മാം, छोटा बहुत परेशान करता है. झटपट വിഷമിക്കുകയും വീട്ടിൽ തിരിച്ചെത്തുമ്പോൾ അമ്മയോട് പരാതിപ്പെടുകയും ചെയ്യുമായിരുന്നു. അമ്മേ, അനിയൻ ഒരുപാട് ബുദ്ധിമുട്ടിക്കുന്നു. छोटा है ना, माँ मुस्कुरा देती. और बड़े को तो छोटे का ध्यान रखना ही पड़ता है. അവൻ ചെറിയ കുട്ടിയല്ലേ, അമ്മ ചിരിച്ചുകൊണ്ട് പറയും. മൂത്തയാൾ ഇളയവനെ ശ്രദ്ധിക്കണമല്ലോ. झटपट झुझलाता
पर कुछ कह ना पाता. ബടാ था. ഝട്പട്ട് അസ്വസ്ഥനാകും. പക്ഷെ ഒന്നും പറയാൻ കഴിയില്ല. അവൻ മൂത്തവനായിരുന്നു. छोटे का ध्यान तो उसे रखना ही था, लेकिन उसे लगता कि नटखट कुछ ज्यादा ही नटखट है. അനിയനെ ശ്രദ്ധിക്കുക എന്നത് അവന്റെ കടമയായിരുന്നു. പക്ഷെ നട്ഖട്ട് ഇത്തിരി കൂടുതൽ കുസൃതിയാണെന്ന് അവന് തോന്നി. रास्ता चलते रुककर पोखर के पानी के अंदर की मछलियां और पानी के ऊपर की बतखें देखने लगता है. വഴി നടക്കുമ്പോൾ അവൻ പെട്ടെന്ന് നിന്നിട്ട് കുളത്തിലെ മീനുകളെയും വെള്ളത്തിനു മുകളിലെ താറാവുകളെയും നോക്കാൻ തുടങ്ങും. ബർഗദ് की ऊपर से नीचे आती जड़ें पकड़कर झूलने लगता है. പേരാലിന്റെ മുകളിൽ നിന്ന് താഴേക്ക് തൂങ്ങിക്കിടക്കുന്ന വേരുകളിൽ പിടിച്ച് അവൻ ആടാൻ തുടങ്ങും. खेत में घुसकर खाने की कोई चीज खोजने लगता है. പാടത്തിറങ്ങി എന്തെങ്കിലും കഴിക്കാൻ കിട്ടുമോ എന്നവൻ തിരയാൻ തുടങ്ങും. बाग से गुजरने पर आम या अमरूद तोड़ने लगता है. തോട്ടത്തിലൂടെ പോകുമ്പോൾ മാങ്ങയോ പേരയ്ക്കയോ പറിക്കാൻ തുടങ്ങും. नाले को उधर से इधर और इधर से उधर छलांग लगाकर पार करने का खेल खेलने लगता है. തോട് അങ്ങോട്ടും ഇങ്ങോട്ടും ചാടിക്കടക്കുന്ന കളി അവൻ കളിക്കാൻ തുടങ്ങും. नदी के पुल को जल्दी से पार करने के बजाय उसकी मुंडेर से टिककर नीचे बहती नदी को निहारने लगता है. പുഴയിലെ പാലം വേഗത്തിൽ കടക്കുന്നതിനു പകരം അതിന്റെ കൈവരിയിൽ ചാരി നിന്ന് താഴെ ഒഴുകുന്ന പുഴയെ നോക്കി നിൽക്കാൻ തുടങ്ങും. एक दिन तो नटखट ने हद ही कर दी. ഒരു ദിവസം നട്ഖട്ട് പരിധി ലംഘിച്ചു, അതിരുകടന്നു. दोनों भाई स्कूल से लौट रहे थे. രണ്ട് സഹോദരന്മാരും സ്കൂളിൽ നിന്ന് മടങ്ങി വരികയായിരുന്നു. नदी का पुल आया तो नटखट पुल पर चढ़ने के बजाय नीचे उतर गया और नदी किनारे जा पहुंचा. പുഴയിലെ പാലം എത്തിയപ്പോൾ നട്ഖട്ട് പാലത്തിൽ കയറുന്നതിന് പകരം താഴേക്കിറങ്ങി പുഴക്കരയിലെത്തി. बस्ते में पहले से बनाकर रखी हुई कागज की 2 नावें निकाली और एक एक करके बहते पानी में छोड़ दी. ബാഗിൽ നേരത്തെ ഉണ്ടാക്കി വച്ചിരുന്ന 2 കടലാസ് തോണികളെടുത്ത് ഒന്നൊന്നായി ഒഴുകുന്ന വെള്ളത്തിലിട്ടു. नावें बह चली तो नटखट खुश होकर ताली बजाने लगा. തോണികൾ ഒഴുകിപ്പോയപ്പോൾ നട്ഖട്ട് സന്തോഷത്തോടെ കൈയടിക്കാൻ തുടങ്ങി. उधर पुल पर पहुंच चुके झटपट ने पीछे मुड़कर देखा तो नटखट नहीं दिखा. അപ്പുറത്ത് പാലത്തിലെത്തിയ ഝട്പട്ട് പുറകോട്ട് നോക്കിയപ്പോൾ നട്ഖടിനെ കണ്ടില്ല. झटपट घबरा गया कि नटखट कहाँ गया. നട്ഖട് എവിടെ പോയി എന്നാലോചിച്ച് झटपट പരിഭ്രമിച്ചു. ताली बजने की आवाज सुनकर नीचे देखा तो नटखट नीचे नदी किनारे खड़ा दिखा. കയ്യടി ശബ്ദം കേട്ട് താഴേക്ക് നോക്കിയപ്പോൾ നട്ഖട്ട് താഴെ പുഴക്കരയിൽ നിൽക്കുന്നത് കണ്ടു. झटपट को उस पर बड़ा गुस्सा आया. जोर से चिल्लाकर बोला, अरे छोटे, तुम वहां नीचे क्या कर रहे हो? झटपटिനെ വലിയ ദേഷ്യം വന്നു. അവൻ ഉച്ചത്തിൽ വിളിച്ചു പറഞ്ഞു, എടാ കൊച്ചനെ, നീ അവിടെ താഴെ എന്താണ് ചെയ്യുന്നത്? नटखट ने चौंक कर ऊपर देखा और नदी किनारे रखा अपना बस्ता उठाने के लिए झुका. നട്ഖട്ട് ഞെട്ടിപ്പോയി മുകളിലേക്ക് നോക്കി. പുഴക്കരയിൽ വെച്ചിരുന്ന തന്റെ ബാഗ് എടുക്കാൻ കുനിഞ്ഞു. अचानक उसका पांव फिसला और वह पानी में गिर पड़ा. പെട്ടെന്ന് അവന്റെ കാൽ വഴുതി അവൻ വെള്ളത്തിൽ വീണു. पानी का बहाव तेज था और नटखट को तैरना नहीं आता था. വെള്ളത്തിന് ഒഴുക്ക് കൂടുതലായിരുന്നു. നട്ഖട്ടിന് നീന്താൻ അറിയുമായിരുന്നില്ല. छोटा सा ही तो था, बह गया. डूबते उतराते दूर जाने लगा. അവൻ ചെറിയ കുട്ടിയായിരുന്നല്ലോ. ഒഴുക്കിൽപ്പെട്ടു. വെള്ളത്തിൽ മുങ്ങിയും പൊങ്ങിയും അവൻ അകലേക്കു പോകാൻ തുടങ്ങി. झटपट को तैरना आता था. उसने झट अपना बस्ता पीठ से उतारकर पुल की मुंडेर पर रखा और नदी में कूद पड़ा. झटपटिന് നീന്താൻ അറിയാമായിരുന്നു. അവൻ വേഗം തന്റെ ബാഗ് തോളിൽ നിന്ന് ഇറക്കി പാലത്തിന്റെ കൈവരിയിൽ വെച്ചിട്ട് പുഴയിലേക്ക് ചാടി. थोड़ी दूर तैरने के बाद ही उसने नटखट को पकड़ लिया और किनारे पर ले आया. കുറച്ചു ദൂരം നീന്തിയപ്പോഴേക്കും അവൻ നട്ഖടിനെ പിടിക്കുകയും കരയിലേക്ക് കൊണ്ടുവരികയും ചെയ്തു. झटपट को इतना गुस्सा आ रहा था कि नटखट को 2 झापड़ लगाए, पर नटखट इतना डरा और घबराया हुआ था कि उसे छोटे भाई पर प्यार आ गया.
ഝട്പട്ടിന് നട്ഖഡിന് രണ്ടടി കൊടുക്കാൻ തോന്നുന്നത്ര ദേഷ്യം വരുന്നുണ്ടായിരുന്നു. പക്ഷേ നട്ഖഡ് അത്രത്തോളം പേടിക്കുകയും പരിഭ്രമിക്കുകയും ചെയ്തിരുന്നതിനാൽ അവൻ അനിയനോട് സ്നേഹം തോന്നി. उसने नटखट का हाथ पकड़े पकड़े उसका बस्ता उठाया और पुल तक पहुंचाने वाली चढ़ाई चढ़ने लगा. അവൻ നട്ഖഡിന്റെ കയ്യിൽ പിടിച്ചുകൊണ്ട് തന്നെ അവന്റെ ബാഗ് എടുക്കുകയും പാലത്തിലേക്ക് കയറാനുള്ള കയറ്റം കയറാൻ തുടങ്ങുകയും ചെയ്തു. पुल पर पहुंचा ही था कि नटखट अचानक गला फाड़कर रोने लगा. പാലത്തിലെത്തിയപ്പോഴേക്കും നട്ഖഡ് പെട്ടെന്ന് ഉച്ചത്തിൽ കരയാൻ തുടങ്ങി. झटपट ने कहा, अब तो तुम बह जाने से बच गए हो, फिर क्यों रो रहे हो? झटपट പറഞ്ഞു, ഇപ്പോൾ നീ ഒഴുക്കിൽപ്പെടാതെ രക്ഷപ്പെട്ടല്ലോ, പിന്നെന്തിനാണ് കരയുന്നത്? नटखट ने रोते रोते कहा, तुम घर जाकर माँ से मेरी शिकायत करोगे. നട്ഖഡ് കരഞ്ഞുകൊണ്ട് പറഞ്ഞു, നീ വീട്ടിൽ ചെന്നിട്ട് അമ്മയോട് എന്നെക്കുറിച്ച് പരാതി പറയും. അഗർ നാ കരൂ തോ ജോ കഹോ. നട്ഖഡ് കാ റോന ബന്ദ് ഹോ ഗയാ. ഞാൻ പറഞ്ഞില്ലെങ്കിലോ? എങ്കിൽ നീ എന്തു പറഞ്ഞാലും കേൾക്കാം. നട്ഖഡിന്റെ കരച്ചിൽ നിന്നു. മുझे കാഗസ് കി നാവ് ബനാന നഹീ ആതാ, തും സിഖാ ദോഗേ? എനിക്ക് കടലാസ് തോണി ഉണ്ടാക്കാൻ അറിയില്ല, നീ പഠിപ്പിച്ചു തരുമോ? हाँ, उसमें क्या है? नटखट खुश होकर बोला, पर मुझे तैरना नहीं आता, तुम सिखा दोगे? हाँ, അതിനെന്താ? നട്ഖട്ട് സന്തോഷത്തോടെ പറഞ്ഞു, പക്ഷേ എനിക്ക് നീന്താൻ അറിയില്ല, നീ പഠിപ്പിച്ചു തരുമോ? हाँ, उसमें क्या है? झटपट ने मुस्कुराते हुए नटखट के शब्दों की नकल की और दोनों भाई हंस पड़े. हाँ, അതിനെന്താ? झटपट ചിരിച്ചുകൊണ്ട് നട്ഖടിന്റെ വാക്കുകളെ അനുകരിച്ചു. രണ്ടുപേരും ചിരിച്ചുപോയി. लेकिन झटपट ने नटखट का बस्ता उसे पकड़ाकर पुल की मुंडेर पर से अपना बस्ता उठाया तो एकदम चिंतित होकर बोला. പക്ഷേ झटपट നട്ഖടിന്റെ ബാഗ് അവനെ ഏൽപ്പിച്ചിട്ട് പാലത്തിന്റെ കൈവരിയിൽ നിന്ന് സ്വന്തം ബാഗ് എടുത്തപ്പോൾ പെട്ടെന്ന് ആശങ്കയോടെ പറഞ്ഞു, അരേ ചോട്ടെ, ഹം ദോനോ കി കപ്പടേ ഭീഗ് ഗയേ ഹേ. അയ്യോ അനിയ, നമ്മൾ രണ്ടുപേരുടെയും വസ്ത്രങ്ങൾ നനഞ്ഞല്ലോ. ഹമേ ഭീഗേ കപ്പടോ മേ ദേഖ് മാ പൂछेंगी तो क्या कहेंगी? നനഞ്ഞ വസ്ത്രങ്ങളുമായി നമ്മളെ കണ്ടാൽ അമ്മ ചോദിക്കില്ലേ, അപ്പോൾ എന്തു പറയും? ഹാ ബടേ അബ്. नटखट ने एक पल सोचा और बोला, आओ दौड़ लगाते हैं, कपड़े अपने आप सूख जाएंगे. അതെ ചേട്ടാ, ഇനിയിപ്പോ? നട്ഖട്ട് ഒരു നിമിഷം ആലോചിച്ചിട്ടു പറഞ്ഞു, വരൂ നമുക്ക് ഓടാം, വസ്ത്രങ്ങൾ തനിയെ ഉണങ്ങിക്കോളും. हाँ, यह ठीक है. झटपट ने अपना बस्ता पीठ पर टांगते हुए कहा. അതെ, അത് ശരിയാണ്. തന്റെ ബാഗ് തോളിലിട്ടുകൊണ്ട് झटपट പറഞ്ഞു. नटखट ने भी अपना बस्ता पीठ पर टांग लिया और झटपट के बराबर खड़े होकर दौड़ शुरू करने के अंदाज में बोला. നട്ഖട്ടും തന്റെ ബാഗ് തോളിലിട്ടു. എന്നിട്ട് झटपटिനൊപ്പം നിന്ന് ഓട്ടം തുടങ്ങാനുള്ള തയ്യാറെടുപ്പോടെ പറഞ്ഞു. एक दो तीन, दोनों दौड़ पड़े, आगे पीछे नहीं, एक दूसरे का हाथ पकड़े साथ साथ. 1 2 3, രണ്ടുപേരും ഓടാൻ തുടങ്ങി, മുന്നിലും പിന്നിലുമല്ല, പരസ്പരം കൈകൾ കോർത്തുപിടിച്ചൊരുമിച്ച്. സർദിയാ ഭീ ശുരു നഹീ ഹുയി ഥി, തണുപ്പുകാലം അപ്പോൾ തുടങ്ങിയിട്ടുണ്ടായിരുന്നില്ല. മൗസം സാഫ് ഥ, ചട്കിയിലെ ധൂപ് നിക്ലി ഹുയി ഥി, കാലാവസ്ഥ തെളിഞ്ഞതായിരുന്നു, നല്ല തെളിച്ചമുള്ള വെയിലുണ്ടായിരുന്നു. ദോനോ ഭായി മസേമേം ദോഡ്തേ ചലേ ഗയേ, രണ്ട് സഹോദരന്മാരും സന്തോഷത്തോടെ ഓടിക്കൊണ്ടിരുന്നു. നാലാ പാർക്കിയ, ബാഗ് പാർക്കിയ, ഖേത് പാർക്കിയ, ബർഗത് കോ ഭി പീഛേ ഛോഡ് ദിയ. അവർ തോട് കടന്നു, തോട്ടം കടന്നു, വയൽ കടന്നു, പേരാൽ മരത്തെയും അവർ പിന്നിലാക്കി. ലേക്കിൻ പോഖർ തക് പഹുഞ്ചത്തെ പഹുഞ്ചത്തെ ദോനോ thक गए और रुक गए. പക്ഷേ കുളത്തിനടുത്തെത്തിയപ്പോഴേക്കും രണ്ടുപേരും തളർന്നുപോയി, അവരവിടെ നിന്നു. കപ്പടേ സൂഖ് ഗയേ ചോട്ടെ, झटपट ने हाँफते हुए लेकिन खुश होते हुए कहा. വസ്ത്രങ്ങൾ ഉണങ്ങി അനിയ, झटपट കിതച്ചുകൊണ്ടാണെങ്കിലും സന്തോഷത്തോടെ പറഞ്ഞു. हाँ बड़े वाकई कपड़े तो सूख गए, नटखट ने भी खुश होकर कहा. അതേ ചേട്ടാ, സത്യമായിട്ടും വസ്ത്രങ്ങൾ ഉണങ്ങിയിരിക്കുന്നു, നട്ഖട്ടും സന്തോഷത്തോടെ പറഞ്ഞു. तभी नटखट को पोखर किनारे एक चिकनी गिट्टी दिखाई पड़ी. അപ്പോൾ നട്ഖട്ട് കുളത്തിന്റെ കരയിൽ മിനുസമുള്ളൊരു കല്ല്, ചരൽക്കല്ല് കണ്ടു.
नटखट ने उसे उठा लिया और तिरछी होकर उसे इस तरह फेंका कि गिट्टी पानी की सतह पर उछलती हुई दूर तक चली गई. നട്ട്ഖട്ട് അത് കയ്യിലെടുത്തു. ചരിഞ്ഞു നിന്നുകൊണ്ട് അത് വെള്ളത്തിന്റെ ഉപരിതലത്തിലൂടെ തുള്ളിത്തെറിച്ച് ദൂരേക്ക് പോകുന്ന രീതിയിൽ എറിഞ്ഞു. देखा देखी झटपट ने भी एक गिट्टी उठाकर फेंक दी, लेकिन उसकी गिट्टी एकदम पानी में गुडुप हो गई. ഇത് കണ്ട ഝട്പട്ടും ഒരു കല്ലെടുത്തെറിഞ്ഞു. എന്നാൽ അവന്റെ കല്ല് പെട്ടെന്ന് തന്നെ വെള്ളത്തിൽ മുങ്ങിപ്പോയി. ബഡി, തുമക്കോ ഗിട്ടി തേരാനാ നഹീ ആതാ? ഹാ ഛോട്ടെ, തും സിഖാ സക്തി ഹോ. ചേട്ടാ, നിനക്ക് കല്ല് വെള്ളത്തിൽ തിന്നിച്ചു വിടാൻ അറിയില്ലേ? അതെ അനിയ, നിനക്ക് എന്നെ അത് പഠിപ്പിക്കാൻ പറ്റുമോ? क्यों नहीं, अभी लो. नटखट ने ध्यान से नीचे देखकर एक गिट्टी उठाई और झटपट को दिखाते हुए बोला, പിന്നെന്താ, ഇപ്പോൾ തന്നെ പഠിപ്പിക്കാം. നട്ട്ഖട്ട് ശ്രദ്ധയോടെ താഴെ നോക്കി ഒരു കല്ലെടുത്തു. झटपटिനെ കാണിച്ചുകൊണ്ട് പറഞ്ഞു, गिट्टी ऐसी लो जो ज्यादा भारी और खुरदुरी न हो, हल्की और चिकनी हो, और उसे इस तरह फेंको. കൂടുതൽ ഭാരമുള്ളതോ പരുക്കനോ അല്ലാത്ത കല്ലെടുക്കണം. ഭാരം കുറഞ്ഞതും മിനുസമുള്ളതുമായിരിക്കണം. എന്നിട്ടതിനെ ഈ രീതിയിൽ എറിയണം. लेकिन अब तक झटपट का ध्यान बांट चुका था. वह पोखर के पानी पर तैरती बतखों को ध्यान से देख रहा था. പക്ഷേ അപ്പോഴേക്കും ഝട്പട്ടിന്റെ ശ്രദ്ധ മാറിപ്പോയിരുന്നു. അവൻ കുളത്തിലെ വെള്ളത്തിൽ നീന്തിക്കളിക്കുന്ന താറാവുകളെ ശ്രദ്ധിച്ചു നോക്കുകയായിരുന്നു. കുട്ടികളെ, ഇതോടെ നമ്മൾ പാഠം മുഴുവനായും അർത്ഥം പഠിച്ചു കഴിഞ്ഞിട്ടുണ്ട്. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായം കമന്റിലൂടെ അറിയിക്കാനും മറക്കരുത്. നന്ദി.